കുറച്ച് കൂടുതൽ വെയിറ്റുള്ള 2 ലെയർ കേക്ക് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. സ്പഞ്ച് ബേക്ക് ചെയ്യുമ്പോൾ ടിൻ സൈസ് മിനിമം 2 ഇഞ്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടാവണം. ഏറ്റവും ബോട്ടം ലെയർ കുറച്ച് തിക്കായിട്ട് വേണം കട്ട് ചെയ്യാൻ. ബേസ് എടുക്കുമ്പോൾ ഡ്രം ബോർഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റ് വെച്ചാണ് ഞാൻ സ്പഞ്ച് ബേസിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫില്ലിങ്സ് കൂടുതലുള്ള കേക്ക് ഫ്ലേവർ വരുമ്പോൾ ഒരു ബോർഡർ ലൈൻ കൊടുത്ത് ഫില്ലിങ്സ് അതിൽ കൊടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്കിൽ ലീക്കേജ് വരാതിരിക്കാനും ചെടിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ഹെൽപ്പാവും. ഓരോ ലെയേഴ്സ് വെച്ചതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ലെയേഴ്സ് ബിൽഡ് ചെയ്യണം. ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ബേസിൽ ക്രീം അപ്ലൈ ചെയ്യാതെ വേണം നമ്മൾ സ്പഞ്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ക്രം കോട്ടും ഫിനിഷിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കേക്ക് ചെരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. മാക്സിമം ടൈമിൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ദൂരമുള്ളത് കൊണ്ടോ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ടെൻഷൻ കൊണ്ടോ കേക്കിൽ സോക്ക് ചെയ്യുന്നതിലോ ഫില്ലിങ്സ് കൊടുക്കുന്നതിലോ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എടുക്കുന്ന ക്രീം കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ബിഗിനേഴ്സിന് ഏറ്റവും പേടി കേക്ക് സ്റ്റാക്ക് ചെയ്യാനാണ്. താഴെ ടയർ മുകളിൽ കേക്ക് വെക്കുന്ന സൈസ് നോക്കി 4-5 ഡബിൾസ് കുത്തി കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ച് ടോപ്പ് ടയർ പതുക്കെ ബേസിൽ നിന്ന് വിടിച്ച് ഒരു സ്റ്റിക്ക് വെച്ച് ബാലൻസ് ആക്കി പൊക്കിയെടുത്ത് ബോട്ടം ടയറിൽ സെൻറ്ററിൽ നോക്കി പ്ലേസ് ചെയ്താൽ മതി. മൊത്തം ഹൈറ്റിൽ 2-3 സ്റ്റിക്ക് ഇൻസേർട്ട് ആക്കിയാൽ കേക്ക് റെഡി. ഈ ഒരു കേക്ക് 4 kg ബട്ടർ സ്കോച്ച് ഫ്ലേവറുള്ള കേക്കായിരുന്നു. 25 കിലോമീറ്ററോളം ദൂരം ഞാൻ ഈ കേക്ക് ഡെലിവറി ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ 2 ടയർ കേക്ക്സൊക്കെ ചെയ്യാറുള്ളത്. ബൈ.